Hi friends, welcome back to my channel. In this Syrian shawarma recipe ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ നല്ല സ്പൈസിയും ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി ഷവർമയാണ്. അപ്പോൾ ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷവർമ തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലേ അല്ല, ഇത് നല്ലൊരു അറബിക് ഷവർമയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഷവർമയുടെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ചിക്കൻ മാരിനേഷനും പിന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന സോസുമാണ്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് എടുത്തിട്ടുണ്ട്, കട്ടത്തൈരല്ലേ. അപ്പോൾ സാധാ മിൽമയുടെ തൈരൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, അത് നല്ലൊരു പുളി ഉണ്ടാവും. പുളിയില്ലാത്ത തൈര് തന്നെ ഉപയോഗിക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പും, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ ചെറിയ ജീരകം പൊടിച്ചത്. നല്ലൊരു ഫ്ലേവർ കിട്ടും ചെറിയ ജീരകം ഇട്ട് കൊടുത്താൽ. അറബിക് ഫുഡിലൊക്കെ ചെറിയ ജീരകം മസ്റ്റ് ആണല്ലോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയൊരു പീസ് പട്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. അപ്പോൾ ഒലീവ് ഓയിൽ ഇല്ല എങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ നിറയെ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാരിനേഷൻ ആണെങ്കിൽ പൊള്ളിയായിരിക്കും, നല്ല ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും കഴിക്കാനും ഒക്കെ. അപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ആയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കന് നന്നായിട്ട് കഴുകിയിട്ട് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലില്ലാത്ത പീസസ് വേണം നമ്മൾ ഷവർമയിലൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ചിക്കനാണ്. നന്നായി മിക്സ് ചെയ്ത ചിക്കന് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സാധാ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ചിക്കൻ ഞാൻ മുഴുവനും ഒരുമിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബോൺലെസ് പീസല്ലേ, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, ചിക്കൻ കുറച്ച് ചുരുങ്ങി കിട്ടുകയും ചെയ്യും, അപ്പോൾ സ്പൈസും കിട്ടും. അപ്പോൾ ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ കുബൂസിന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 8 കുബൂസാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുബൂസായിരുന്നു. ഇതിൻ്റെയൊക്കെ കുബൂസിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം ലബനീസ് ഷവർമയൊക്കെ ചെയ്തിട്ട് ആ ഒരു ടൈമിലും അതിന് മുന്നേ ആയിട്ട് പാൽ വെച്ച് തയ്യാറാക്കുന്ന കുബൂസിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. അപ്പോൾ റെസിപ്പി വേണേൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുബൂസ് മുഴുവനും ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഷവർമ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നല്ല തിക്കായിട്ടുള്ള ഗാർലിക് മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 8 ഷവർമ തയ്യാറാക്കാനായിട്ട് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ലൂസായാൽ ഷവർമ വെള്ളം കയറിയ പോലെ ഉണ്ടാകും. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നമ്മുടെ കട്ടത്തൈര് മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ
ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ സോസും റെഡി. അപ്പോൾ കുബൂസൊക്കെ നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ഷവർമ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലെറ്റ്യൂസ് ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്യൂസ് ലീവ്സ് കിട്ടിയില്ല എങ്കിൽ മാത്രം നമുക്ക് ക്യാബേജ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കക്കിരി ഉപ്പിലിട്ട് വെച്ചത്. ലബനീസ് ഷവർമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പും വിനെഗറും വെള്ളവും ഒഴിച്ചിട്ട് കക്കിരി ഇതുപോലെ സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുക. തലേന്ന് വെച്ച് കൊടുത്താൽ നന്നായിട്ട് ഉപ്പ് പിടിക്കും. അതിന് മുകളിലായിട്ട് നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ, നല്ല ടേസ്റ്റാണ് ചിക്കൻ കഴിക്കാനായിട്ട്. അപ്പോൾ ചിക്കനും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് യൂസ് ചെയ്തിട്ടില്ല. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മയോണൈസിൻ്റെ സോസ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 സൈഡിൽ നിന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി ഇത് നമുക്ക് ചൂടായ പാനിലിട്ടിട്ട് 2 സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. കുറേ മുന്നേ ആയിട്ട് ഞാനൊരു ലെബനീസ് ഷവർമേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല ഫീഡ്ബാക്കും കമൻസും ഒക്കെ കിട്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.